കറുകറുത്തുപോയി സഹാബ. ആര് കണ്ടാലും പേടിക്കുന്ന രൂപമാണ്, ഭാവമാണ്. 3000 വർഷം നിരന്തരമായി നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ്. ഇരുൾ മുറ്റപ്പെട്ടതായ നരകമായി നരകം മാറുകയാ. ആര് കണ്ടാലും പേടിക്കുന്ന രൂപമാണ്, ഭാവമാണ്. ആ നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായി പാരണ നൽകുകയാണ്. ഹബീബായ നബി തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞതാണ്, അലൈഹാ മലായിക ഗലാദു ശിദാദ്. അതിശക്തരാകുന്ന മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിന്മേൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നരകത്തിന്റെ അധികാരികൾ അവരാണ്. അലൈഹാ മലായിക ഗലാദു ശിദാദ്. പരിപരുത്ത ഹൃദയത്തിന്റെ ആളുകളാണ്, കടുത്ത ഹൃദയത്തിന്റെ വക്താക്കളാണ് അവർ. അവരുടെ മുന്നിൽ വന്നുകൊണ്ട് എന്ത് ഓഫർ നൽകിയാലും അവർ സ്വീകരിക്കില്ല. ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ്, എന്ത് വേണമെങ്കിലും നിനക്ക് ഞാൻ ചെയ്തു തരാം. ഞാൻ പോത്താങ്കണ്ടം മഹല്ല് നിവാസിയാണ്. ഞാൻ ശംസുൽ ഉലമാ ഹിഫ്ളുൽ ഖുർആനിന്റെ സാരഥിയാ. എന്നെ വെറുതെ വിടുമോ നരകമേ? ഇല്ല, നരകം വെറുതെ ഒരാളെയും വിടുകയില്ല. ആ നരകത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് കരയുന്ന മനുഷ്യ, നരകത്തെ കാക്കുന്നതായ മലക്കുകൾ അലൈഹാ മലായികത്തുൻ ഗലാദുൻ ശിദാദ്. പരിപരുത്ത ഹൃദയത്തിന്റെ വക്താക്കളാണ്. ഈ ദുനിയാവിൽ നിനക്ക് ഏതെല്ലാം കേസുകളിൽ പെട്ടു കുടുങ്ങിയാലും നിന്നെ രക്ഷപ്പെടുത്താൻ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ രാഷ്ട്രീയ സമുന്നതരാകുന്ന ആളുകൾ നിനക്ക് ഓശാന പാടാനുണ്ടാവും. എന്നാൽ ആഖിറത്തിൽ ഒരാളും നിന്നെ രക്ഷിക്കാനുണ്ടാവുകയില്ല. ഈ ദുനിയാവിൽ നിനക്ക് കള്ള് വാങ്ങിച്ചു തന്നവനോ, സിഗരറ്റ് വാങ്ങിച്ചു തന്നവനോ, തിയേറ്റർ പരിചയപ്പെടുത്തി തന്നവനോ, വ്യഭിചാരശാലയിലേക്ക് നിന്നെ കൊണ്ടുപോയവനോ ഒരാൾ പോലും നിന്നെ രക്ഷിക്കാനുണ്ടാവുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരൻ പോലും നിനക്ക് തുണ വരാത്ത സ്ഥലമല്ലേ മഹ്ശറ. ഒരാൾ പോലും നിന്നെ രക്ഷിക്കാനുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവരെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മുത്തുനബിയുടെ ജന്മദിനങ്ങൾ ആഘോഷിച്ച് നിലകൊള്ളുന്ന മുസ്ലിമേ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നീ നിന്റെ സ്വന്തം ശരീരത്തെയും നിന്റെ കുടുംബത്തെയും നിന്റെ ഭാര്യ സന്താനങ്ങളെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ. ഏറ്റവും വലിയ രക്ഷകർത്തം അതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. മക്കളെയും കുടുംബത്തെയും ഒക്കെ നരകത്തിൽ നിന്ന് മുക്തരാക്കിക്കോ, അതാണ് ഏറ്റവും വലുത്. സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ, സംരക്ഷിച്ചോ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നമ്മളിൽ എത്ര പേര് സംരക്ഷിച്ചു? ചിന്തിക്കൻ സഹോദരങ്ങൾ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഈ പറഞ്ഞ 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെടുന്ന നരകത്തിലേക്കാണ് എന്നെയും നിങ്ങളെയും വലിച്ചെറിയപ്പെടുന്നതെങ്കിൽ, നമ്മുടെ മക്കളെ വലിച്ചെറിയപ്പെടുന്നതെങ്കിൽ, പിന്നെ എന്താണ് നമ്മൾ ഈ ദുനിയാവിൽ മക്കൾക്ക് വേണ്ടി ചെയ്തത്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതിനെന്ത് വേണം? എന്തൊക്കെയാ ചെയ്യേണ്ടത്? നരകത്തിൽ നിന്ന് മുക്തരാകാൻ എന്തൊക്കെ ചെയ്യണം? ഖുർആൻ പറയാം, ശരിക്കും ശ്രദ്ധിക്കണേ നിങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ഖുർആൻ പറയുന്നു? വൽ അസ്ർ, കാലഘട്ടത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ,
തീർച്ചയായും മനുഷ്യൻ പരിപൂർണമായ നഷ്ടത്തിലാണ്. എല്ലാ മനുഷ്യന്മാരും നാശത്തിലാണ്, നഷ്ടത്തിലാണ്. ആരൊഴികെ? ഇല്ലല്ലദീന ആമനൂ, വിശ്വാസം പരിപൂർണമായി കൈക്കൊണ്ടതായ ആളുകളൊഴികെ, അല്ലാഹുവിൽ പരിപൂർണമായി ഈമാൻ പുൽകിയതായ ആളുകളൊഴികെ, ജീവിതത്തിൽ സുഹൃതങ്ങൾ അനുഷ്ഠിച്ചൊഴികെ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ പരിപൂർണമായി മുറുകെ പിടിച്ചതായ ആളുകളൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും നഷ്ടത്തിലാണ്, നാശത്തിലാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ നഷ്ടത്തിലും നാശത്തിലും ആകാതിരിക്കണമെങ്കിൽ ഒന്നാമത് എന്ത് വേണം? ഈമാൻ വേണം. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാൻ നമ്മുടെ മക്കൾക്ക് നൽകിയിട്ടുണ്ടോ? മക്കളിലുള്ള ഈമാൻ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ. ഇവിടെ എന്താണ്? കാവയാണ് കൊടുക്കുന്നത്. നല്ല കാപ്പി, നല്ല റാഹത്തായിട്ട് ശ്രദ്ധിച്ചോ. ഇന്ന് ഉച്ചക്കത്തെ മഴയൊക്കെ കാരണം എല്ലാവരും ക്ഷീണിച്ചിരിക്കാൻ. സദസ്സിലോട്ട് വരാൻ തന്നെ ഒരു മടിയുണ്ടായിരുന്നില്ല, അല്ലേ? മഴയൊക്കെ പെയ്തുകൊണ്ട് പൊച്ചുമൂടി കിടന്ന് ഉറങ്ങാം. നല്ല മധുരമുള്ള ബർക്കത്തുള്ള സാധനം കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ 600 അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നോളി. ഇപ്പോഴാകുമ്പോൾ നല്ല കറക്റ്റ് സമയമാണ്. ഇവരിങ്ങനെ കുടിക്കാൻ പൊക്കുന്നതിനിടയ്ക്ക് പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കും. വേണ്ടുണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കാവ എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോൾ പറയണേ, നമുക്ക് ദ്വാരക്ക അതിയല്ല പോയല്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതാ നമ്മുടെ മുത്തലിങ്ങളല്ലേ, നല്ല പച്ചക്കുതിരകളെ പോലെ ഉണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. زر ريح المصطفى وزد إقامة به، زرت حميم زاويا عن قلبك زلزال زال، لا إله إلا الله رب ربنا ربه لم يعرفا ولم يروب ربيبه، لكن أضل القوم بالآراء راء، لا إله إلا الله. അല്ലാഹുവേ, ഞങ്ങൾ ഈ നൽകുന്ന സദഖകൾ നീ സ്വീകരിക്കണേ അല്ലാ. വർണ്ണമായ പ്രതിഫലം നീ നസീബാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് പരിപൂർണമായ കാവൽ നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ള സമ്പത്തിൽ നീ വർധനവ് നൽകണേ അല്ലാ. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീറിനെ തൊട്ട്, അസൂയാലുക്കളുടെ അസൂയ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി ഞങ്ങളുടെ സദഖകളെ സ്വീകരിക്കണേ അല്ലാ. പാരത്രികമാകുന്ന ലോകത്ത് വലിയ വിജയം നസീബാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധ ബറകാത്തുകളും അല്ലാഹു നസീബാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നല്ലതുപോലെ ശ്രദ്ധിക്കുക. കുറച്ചു നേരം കൂടി പറയാമല്ലോ ഇൻഷാ അല്ലാഹ്, അല്ലേ? പറഞ്ഞൂടെ? അല്ലാഹു റാഹത്താക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് തൂങ്ങും. അപ്പൊ നിങ്ങൾ റഹ്മത്തുള്ളാഹ് പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ എനർജി കിട്ടും, വീണ്ടും നമുക്ക് പറയാം. അങ്ങനെയാണ് അതിന്റെ.
അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നരകത്തിൽ നിന്ന് മോചനപത്രം ലഭിക്കണം. അതിനുവേണ്ടി നമ്മുടെ മക്കളെ തയ്യാറെടുക്കുന്നതിന് ഒന്നാമതായി മക്കൾക്ക് കൊടുക്കേണ്ടതാണ് ഈമാൻ. ഇല്ലല്ലദീന ആമനു, വിശ്വാസം നമ്മളുടെ മക്കളുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കണം. ഇന്ന് മക്കളുടെ ഈമാൻ തെറ്റിപ്പോകുന്ന പ്രവണതകൾ മക്കൾ തന്നെ ചെയ്തു വരികയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ധാരാളമുണ്ട്. ഈമാനില്ലാത്തവരായി നമ്മുടെ മക്കൾ മാറി. പ്രേമവും പ്രേമ നൈരാശ്യങ്ങളും ഒക്കെയായി നമ്മുടെ മക്കളുടെ ജീവിതം കെട്ടുപെണ്ണിന് കിടക്കാൻ. പ്രേമിക്കുമ്പോ യാതൊരു കൂസലുമില്ലാത്ത രീതിയിലേക്കായി പോവാൻ. ഈമാനും ഇസ്ലാമും ഇല്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ സഹോദരിമാർക്കിടയിലും സഹോദരങ്ങൾക്കിടയിലും ആ വിഷയത്തിൽ വരിക. ഈമാൻ കളഞ്ഞു കുളിക്കുക. മാതാപിതാക്കൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കൈമാറി തന്നതാകുന്ന മഹനീയമായ ഏറ്റവും അമൂല്യമായ മൂല്യവത്തായ ഒന്നാണ് ഹിദായത്ത്. ആ വെളിച്ചത്തെ കെടുത്തിക്കളയാൻ നിസ്സാരമായി ശ്രമിക്കുന്നു ഇന്നത്തെ തലമുറ. ഉദാഹരണം, ഒരുത്തനുമായി പ്രണയത്തിലായി, അവന് മതവും ഇല്ല, നിരീശ്വരവാദിയായി നടക്കുന്നതാണ് എങ്കിൽ അവനിലേക്ക് ചേരാൻ നമ്മുടെ സഹോദരിമാർ തയ്യാറാവുകയാണ്. ഒരു പെണ്ണ് നല്ല സുന്ദരിയായ പെണ്ണാണ്, അവളെ വിവാഹം കഴിക്കാൻ ലക്ഷ്യം വെക്കുന്നതായ ഒരു പുരുഷൻ, മുസ്ലിമായ സഹോദരൻ, അവൻ അവന്റെ മതം വിട്ട് മുർത്തദ്ദായി അവളിലേക്ക് ചേക്കേറാൻ വേണ്ടി ഇന്നത്തെ തലമുറ താല്പര്യം വെക്കാൻ. പഴയ കാലത്ത് അങ്ങനെയല്ല. ഹൃദയത്തിൽ ഈമാൻ രൂഢമൂലമായിരുന്നു, വിശ്വാസം എപ്പോഴും കൈമുതലായിരുന്നു. ഇന്ന് ചെറിയ ഒരു അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, നിഅമത്തിന് വേണ്ടി, ഈ ഭൗതിക ലോകത്തെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി ആഖിറത്തെ നഷ്ടപ്പെടുത്തുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറി. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. അത് നമ്മുടെ മാതാപിതാക്കൾ വളരെയേറെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മാതാപിതാക്കൾ മക്കളുടെ ഈമാനിന്റെ വിഷയത്തിൽ അവരുടെ രക്ഷകർത്താക്കളാകണം. അത് സംരക്ഷിക്കുന്നവരാകണം. അത് സംരക്ഷണം കൊടുക്കണം. വഹദിയാകുന്ന ഉമ്മു സലൈം ബീവി റളിയല്ലാഹു അൻഹാ വിവാഹം കഴിഞ്ഞു. ആദ്യ വിവാഹത്തിൽ തന്നെ ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. വിധവയായി കഴിയുകയാണ് ഉമ്മു സലൈം ബീവി റളിയല്ലാഹു അൻഹാ. മഹദിയാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ, മഹദി അവர்கள் വിധവയായി. ഭർത്താവ് മരിച്ചതാകുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞു വളരെ കുറഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. പെട്ടെന്ന് ആര് മരിച്ചു? ഭർത്താവ് മരിച്ചു. ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പഴയ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ അവളെ ഒന്നിനും വേണ്ടാത്തതായി എന്തോ ഒരു ശകനമുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ശരിക്കും ശ്രദ്ധിക്കണം ഇവിടെ. ഇന്നാണെങ്കിൽ അത് മാറിയിട്ടുണ്ട് അല്ലെ? മാറിയില്ലേ? മാറി. കല്യാണം കഴിഞ്ഞ് 1-2 ദിവസങ്ങൾക്കുള്ളിൽ ആര് മരിച്ചു? ഭർത്താവ് മരിച്ചു. എങ്കിൽ ആ പെണ്ണിനെ പറ്റി എന്ത് പറയുന്നു? പാവം പെണ്ണാൻ, അവക്കൊരു ഭാഗ്യം ഇല്ലാതായി, ഭർത്താവ് പെട്ടെന്ന് മരിച്ചു അല്ലേ? അങ്ങനെ പറഞ്ഞ് അവളെ വിവാഹം കഴിക്കൂലേ? വിവാഹം കഴിക്കും. എന്നാൽ ഇന്നും എന്തുണ്ട്? അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നമുക്കിടയിൽ തന്നെ ഉണ്ട്. രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞ് ആ രണ്ടാം വിവാഹം കഴിച്ചതാകുന്ന ഭർത്താവും 2 ആഴ്ചക്കുള്ളിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയി. ഉദാഹരണം പറയണം, അയാളും മരിച്ചു. മരിച്ചാൽ പിന്നെ 3ാമത്തെ വിവാഹത്തിന് അടുത്ത ആള് തയ്യാറാവൂ? എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ തോന്നുന്നുണ്ട് എന്ന് പറയും. അവ 3ാമത്തെ വിവാഹം ഒരാൾ കഴിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആ ഭർത്താവും പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. അല്ലാഹു അത്തരത്തിലുള്ള വിപത്തുകൾ നമ്മളെ കാക്കട്ടെ. അങ്ങനെ നടന്നെന്ന് സങ്കല്പിക്കാം. എങ്കിൽ ആ പെണ്ണിനെ കുറിച്ച് 3ാമത് എന്താ പറയാ? ഇതൊക്കെ ഉടനെ തന്നെയാണ്, എല്ലാം ഒരു കുറഞ്ഞ കാലയളവിൽ തന്നെ. ഒന്ന് കഴിഞ്ഞു, ഇദ്ദ കഴിഞ്ഞു, അടുത്തത് വീണ്ടും വരുന്നു, അതിന്റെ ഇദ്ദ കഴിയുന്നു, അടുത്തത് വീണ്ടും കെട്ടുന്നു, അടുത്തത്. ഇങ്ങനെ അടുത്തടുത്ത് തന്നെയാണ് സംഭവിച്ചത്. എന്തായിരിക്കും ആളുകൾ പറയും? എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയും. അപ്പൊ നമ്മളിലും എന്ത് പൂർണ്ണമായി മാറിയിട്ടില്ല? അന്ധവിശ്വാസങ്ങൾ മാറിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. എന്നാൽ ഇത് വളരെ കൂടുതലായി നിലകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ജാഹിലിയ കാലഘട്ടം. അന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ മഹദി അവറുകൾ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ എന്തായി? ഭർത്താവ് മരണപ്പെട്ടു പോയി, വിധവയായി. അങ്ങനെ നിലകൊള്ളുന്ന സമയം ഒരാളും വിവാഹാലോചനയ്ക്ക് വരാതിരിക്കുന്ന ഘട്ടത്തിൽ മക്കയിലെ പൗരപ്രമുഖനായ സുമുഖനായ വലിയ ബിസിനസ്സുകാരനാകുന്ന നല്ല സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ വന്നു. ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു.
അദ്ദേഹം വന്ന് കല്യാണം ആലോചിച്ചു. അബൂ തൽഹ എന്ന് പറയുന്ന വ്യക്തി വന്നുകൊണ്ട് കല്യാണം ആലോചിച്ചു. അന്ന് അദ്ദേഹം ഇസ്ലാമായിട്ടില്ല, മുസ്ലിമായിട്ടില്ല. ഉമ്മു സുലൈം ബഹുമാനപ്പെട്ടതാകുന്ന മഹദി അവറുകൾ വന്നടുക്കൽ ഉമ്മു സലമയുടെ അടുക്കൽ വന്നുകൊണ്ട് കല്യാണാലോചന നടത്തിയപ്പോ മഹദി അവറുകൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഒരു ക്വാളിറ്റി നിങ്ങളിലില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ മറുപടി കൊടുത്തു, മറ്റൊന്നുമല്ല, നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം മതം പുൽകിയവനല്ല, നിങ്ങളിൽ ഈമാനില്ല. നോക്കൂ നിങ്ങൾ, ഈമാനിനെയാണ് ആ പെണ്ണ് ഏറ്റവും വലിയ മാറ്റായി കണ്ടത്. ബാക്കിയൊക്കെ ഉണ്ട്, ദുനിയാവാകുന്ന എല്ലാം അവന്റെ കയ്യിലുണ്ട്. സമ്പത്ത് അതിസമ്പന്നനാണ്, മക്കയിലെ ഏറ്റവും വലിയ പൗരപ്രമുഖനാണ്. നല്ല സുഖകരമായ ജീവിതം നയിക്കാം. വിധവയായ പെണ്ണിനെ ഏറ്റെടുക്കാൻ ആരും വരൂല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറായതാകുന്ന അബൂ തൽഹയോട് പറയുന്നു, മുഖമടച്ച ഒറ്റ വർത്തമാനം, നിങ്ങൾ സുന്ദരനാണ്, സുമുഖനാണ്, ചെറുപ്പക്കാരനാണ്, വലിയ സമ്പന്നനാണ്, ബിസിനസ്സുകാരനാണ്, എല്ലാം ശരി, നിങ്ങളോടൊപ്പം ഉള്ള ജീവിതമൊക്കെ സുഖകരമാണ്. പക്ഷെ ഒറ്റ പ്രശ്നം എനിക്കുണ്ട്, നിങ്ങൾ ഈമാൻ പുൽകാത്ത വ്യക്തിയാണ്, അള്ളാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കുകയില്ല. മഹദി അവറുകൾ ഓർമ്മപ്പെടുത്താം. ഈ ഒരു ഈമാൻ, ഉമ്മു സലമയുടെ ഈ ഒരു ഈമാനാണ് നമ്മുടെ മക്കൾക്ക് രക്ഷിതാക്കളായ നാം നൽകേണ്ടത്. ഇന്നത്തെ തലമുറയിൽ അതില്ല. ഇന്ന് ചെറിയൊരു സമ്പത്തുള്ളവനെ കാണുമ്പോൾ അവൻ ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, നിരീശ്വരവാദിയാകട്ടെ, നമ്മുടെ സഹോദരിമാർ മതം മാറി ചിന്തിച്ച് അവനോടൊപ്പം ഒളിച്ചോടി പോകാൻ തയ്യാറാകുന്ന കാലഘട്ടമാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. വളരെ വലിയൊരു വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. ഹിദായത്ത് കിട്ടാത്തവരായി ഇന്നത്തെ തലമുറകൾ മാറുക. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ടതാകുന്ന ശഹ്ർ ഇബ്നു ഹൗശബ് റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, മാ അക്സറു ദുആയിക, മാ അക്സറു ദുആയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇൻദകി. അല്ലയോ ഉമ്മു സലമ ബീവിയെ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന ഏതാണ്? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന മിൻ അക്സരി ദുആഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അധിക പ്രാർത്ഥനയും ഏതെന്നറിയുമോ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹബീബായ നബി തങ്ങൾ എൻ്റെ അടുക്കൽ കടന്നു വന്നാൽ നബി തങ്ങൾ സദാസമയവും അധികരിപ്പിച്ചിരുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ഉമ്മു സലമ ബീവി ലോകത്തോട് വിളിച്ചു പറയുകയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ തിരിച്ചു കളയുന്ന നാഥാ, സബ്ബിത് ഖൽബി അലാ ദീനിക, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തി തരണേ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ദ്വാരക്കലുള്ളത് ഇതായിരുന്നു. ഏത്? എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഹിദായത്ത്, ഈമാന്റെ വെളിച്ചം എനിക്ക് തെറ്റിക്കല്ലേ എന്ന്. ആരാ ദ്വാരുന്നത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരണം ഒരു സെക്കൻഡ് മതി തെറ്റാൻ. നമ്മുടെ മക്കൾക്കോ 24 മണിക്കൂർ തെറ്റിയിട്ടാവുള്ളത്. കാരണം ഈമാനില്ലാത്ത പ്രവർത്തനം, ഈമാനും ഇസ്ലാമും ഇല്ലാത്ത പ്രവർത്തനമാണ് ഇന്നത്തെ തലമുറയിൽ വ്യക്തമായി നമ്മുടെ മക്കളിൽ നിഴലിക്കുന്നത്. എവിടെ നോക്കിയാലും അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. മക്കളോടുള്ള രക്ഷകർത്തം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. അവരെ ശ്രദ്ധിക്കണേ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, തങ്ങൾ എന്റെ അടുക്കലാകുമ്പോൾ തങ്ങൾ ഈ ദുആ അധികരിപ്പിക്കാറുള്ള കാരണം എന്താണ്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ തിരിക്കുന്നതായ അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്.
തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യാനുള്ള കാരണം എന്താണ്? അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ഭാര്യയാകുന്ന ഉമ്മു സലമയോട് പറയുന്നു, ഉമ്മു സലമ മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ അധികാരത്തിൽ പെട്ടതാണ്, അല്ലാഹുവിന്റെ അധികാരത്തിൽ പെട്ടതാണ്. അവന്റെ കൈകളിലാണ് മനുഷ്യന്റെ ഈമാൻ. യുഖല്ലിബുല്ലാഹു ഇലാ മാ ശാഅ. അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് മനുഷ്യന്റെ ഹൃദയത്തെ അല്ലാഹു തിരിച്ചു കളയും. ഏത് സെക്കൻഡിനുള്ളിലും ഈമാൻ ഊരപ്പെട്ടു പോകാമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പെട്ടെന്ന് തെറ്റിപ്പോകാം. ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ വന്ന് വിവാഹാലോചന നടത്തി ഒരു പെണ്ണിനോട്. അവൻ മതമില്ല, അമുസ്ലിം സഹോദരനാണ്. ഇവളുടെ ഈമാനിനെ അവൾ അങ്ങോട്ട് ചായാൻ തീരുമാനിക്കുന്നു. കാരണം എനിക്ക് ഈ ദുനിയാവിൽ മതി, ഭൗതികമായ ലോകത്തുള്ള ജീവിതം മതി. അവരുടെ മനസ്സിലെ ചിന്ത അതാണ്. എത്ര സഹോദരിമാരങ്ങനെ പിഴച്ചുപോയി. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ വിടുന്ന രക്ഷിതാക്കൾ പെൺകുട്ടികൾ മാത്രമുള്ള കലാലയങ്ങളെ തന്നെ തിരഞ്ഞെടുത്ത് പഠിക്കാൻ വിടുന്നു. പക്ഷെ അവിടെയും പ്രശ്നം. കൂടെ പഠിക്കുന്ന കൂട്ടുകാരികളുമായി +2 പഠിക്കുന്ന പെൺകുട്ടികൾ സ്വവർഗരതി അനുരാഗികളായി മാറുന്ന കാലഘട്ടം. അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് എനിക്കെന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരി മതി എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതായ പെൺമക്കളുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ വിട്ടത് തന്നെ എന്തിനാ? പെൺകുട്ടികൾ മാത്രമുള്ള കലാലയത്തിലേക്ക് എന്തിനാ വിട്ടത്? ഇവൾ ആണിന്റെ കൂടെ ഒളിച്ചോടി പോകാതിരിക്കാനാണ്. അപ്പൊ അതിനേക്കാൾ വലിയ കുരിശായി മാറി. എങ്ങനെ? നേരെ കൊണ്ടുപോയി വിട്ടപ്പോ അവൾ കൂടെ പഠിക്കുന്നതാകുന്ന കൂട്ടുകാരികളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് സ്വവർഗരതി അനുരാഗിയായി, ലെസ്ബിയനായി, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നതിനാണ് ലെസ്ബിയൻ എന്ന് പറയുന്നത്. പുരുഷൻ പുരുഷനുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട് അത്തരത്തിൽ ജീവിക്കുന്നവർക്ക് ഗേകൾ എന്ന് പറയും. ഇന്ന് നമ്മുടെ തലമുറയിൽ അത് അധികരിച്ചു വരിക. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. ഇന്ന് കേരള ഹൈക്കോടതിയും സുപ്രീം കോടതി അടക്കമുള്ളതാകുന്ന കോടതികൾ പരിപൂർണമായി അനുവാദം കൊടുത്തിരിക്കുകയാണ്. എന്തിന്? സ്വവർഗരതി അനുരാഗികളായി നിലകൊള്ളുന്നതിന്, സൊഡോമിയനായി ജീവിതം നയിക്കുന്നത്. പ്രായപൂർത്തി എത്തിയതായ ആളുകളാണ് എങ്കിൽ സ്ത്രീകളുമായി തന്നെ അത്തരത്തിൽ ബന്ധം വെച്ചുകൊണ്ട് ജീവിക്കുന്നതിന് ഗവൺമെന്റ് പോലും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കാലഘട്ടം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പക്ഷെ പരിശുദ്ധ ഇസ്ലാം ഏറ്റവും പ്രാകൃതമാകുന്ന സമീപനമായി പാശ്ചാത്യ രീതിയായിട്ടാണ് എപ്പോഴും അതിനെ കാണുന്നത്. ഏറ്റവും മോശപ്പെട്ട പണിയായി. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ നീചവൃത്തിയാണത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്, ലഅനല്ലാഹു മൻ അമില ഖൗമി ലൂത്ത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ അമലുകൾ, പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായ, നീചവൃത്തി ചെയ്യുന്നതായ വ്യക്തികൾ ആരുണ്ടോ? സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വയംഭൂ അണിയുന്നതായ സഹോദരിമാരുണ്ടോ? ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ വിടുന്നതായ ചെറുപ്പക്കാർ അത്തരത്തിലുള്ളതാകുന്ന ആളുകളുമായി, കൂട്ടുകാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കേകളായി നില ചെയ്യുന്നതായ അവസ്ഥയുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, തീർച്ചയായും അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈമാൻ തെറ്റിപ്പോകുന്ന പ്രവർത്തനം. നമ്മുടെ മക്കൾക്ക് ദീനും ഇസ്ലാമും ഇല്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ പച്ച കുത്തി നടക്കാൻ. ആരെങ്കിലും മസല ചോദിച്ചിട്ടാണോ? മഹല്ലി കാളിയാരുണ്ട്, ഒരു പ്രയോജനമില്ല. ഒറ്റൊരുത്തും മസല ചോദിക്കാനില്ല. മസാല ചോദിക്കും. അത് അടുത്തിരിപ്പുണ്ടെങ്കിൽ ഒരു മസാലയുടെ 2 പീസും കിട്ടേക്കും, അല്ലാതെ മസാല ചോദിക്കാനില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കാളിയാർ അടുത്തിരിപ്പുണ്ടെ എന്ത് ചോദിക്കും? 2 പീസും കിട്ടേക്ക്, ചിക്കന്റെ പീസ്. മസാല ചോദിക്കുന്നില്ല. നെഞ്ചത്തും അവിടെ ഇവിടെയും കശത്തും ഒക്കെ എന്തിട്ടുണ്ട് നടക്കാൻ? പച്ചകൂത്ത. സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. ഇപ്പൊ കൂടി വരികയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു ശപിച്ച വിഭാഗമാണ് ലഅനല്ലാഹുൽ വാശിമാത്.
വൽമുസ്തൗശിമാത്, ശരീരത്തിൽ പച്ച കുത്തുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. പച്ച കുത്താൻ ആവശ്യപ്പെടുന്നതായ സഹോദരിമാരെ, അതിനുവേണ്ടി നിലകൊള്ളുന്നതായ ചെറുപ്പക്കാരെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്, ശപിച്ചിരിക്കുകയാണ്. ലഅനല്ലാഹുൽ വാശിമാതി വൽ മുസ്തൗശിമാത് വന്നാമിസാതി വൽ മുതനമ്മിസാത്. പിരികം ത്രെഡ് ചെയ്യുന്നതായ സഹോദരിമാരില്ലേ, പിരികം ത്രെഡ് ചെയ്യുന്നവരില്ലേ, പ്ലക്ക് ചെയ്യുന്നവരില്ലേ, നിഷിദ്ധമാണ്, ഹറാമാണ്. അല്ലാഹു ശപിച്ചതായ വിഭാഗമാണ് അവരെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹു ശപിച്ച വിഭാഗമാണ്. അല്ലാഹു ശപിച്ച പിന്നെ പോയില്ലേ. സർവ്വ അമ്പിയാക്കളുടെയും മലായികത്തുകളുടെയും സജ്ജനങ്ങളുടെയും ശാപം എപ്പോഴും ഉണ്ടാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു ശപിച്ചതാണേരെ ഇബ്ലീസിനെ, ലഅനത്തുല്ലാഹി അലൈഹി. നമ്മൾ വരെ മുഅ്മിനീങ്ങൾ പറയുന്നില്ലേ ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസ് എന്ന് കേട്ടാ മതി അപ്പൊ പറയും ലഅനത്തുല്ലാഹി അലൈഹി അല്ലേ. എന്തുകൊണ്ട്? അല്ലാഹു ശപിച്ചാൽ പിന്നെ സർവ്വ അമ്പിയാക്കളും അംഗീകാരം തരുന്നതാകുന്ന ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും അവരെ ശപിക്കും. അല്ലാഹു ശപിച്ച വിഭാഗമാണ് പച്ചകുത്ത്. ശരീരത്തിന്റെ സദാ അവയവങ്ങളിൽ പച്ചകുത്തി നിലകൊള്ളുന്നതായ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, മുസ്ലിം സഹോദരിമാരുണ്ട്. സൂക്ഷിച്ചോ, അല്ലാഹു ശപിച്ച വിഭാഗമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പിരികം ത്രെഡ് ചെയ്യാം. നമ്മളുടെ മദ്ഹബ് ഏതാ? ഷാഫിയാണ്. ഏതാ മദ്ഹബ്? മദ്ഹബ് ഏതാ? നമ്മുടെ മദ്ഹബ് ഏതാണ്? ഷാഫി അല്ലേ? ഷാഫി മദ്ഹബ്. അത് വേറെ ലോകത്താണ്. ഷാഫി മദ്ഹബ്. ഇവിടെ ശ്രദ്ധിക്കണേ, ഷാഫി മദ്ഹബ് ആകുമ്പോ പിരികം ത്രെഡ് ചെയ്യുന്നതിന്റെ മസല ശരിക്കും മനസ്സിലാക്കണം. വിവാഹം കഴിയുന്നതിന് മുമ്പ് പിരികം ത്രെഡ് ചെയ്യൽ നിഷിദ്ധമാണ്, ഹറാമ് തന്നെയാണ്. ശരിക്കും മനസ്സിലാക്കണേ. എന്നാൽ വിവാഹത്തിന് ശേഷം ഷാഫി മദ്ഹബിലെ ഉലമാക്കൾ ഭർത്താവിന്റെ അനുമതി ഉണ്ടെങ്കിൽ അനുവദനീയമാക്കിയിട്ടുണ്ട്, ജായിസാക്കിയിട്ടുണ്ട്. എന്തല്ല, സുന്നത്തുമല്ല, നിർബന്ധമല്ല. വളരെ ശ്രദ്ധിക്കണേ. പിരികം ത്രെഡ് ചെയ്യുന്ന വിഷയമാണ് ഈ പറയുന്നത്. ഷാഫി മദ്ഹബിൽ ഇപ്പൊ വിവാഹ ആലോചന വന്നു, അപ്പൊ തന്നെ പെണ്ണ് ആരെ വിളിക്കാൻ? ഭർത്താവിനെ വിളിക്കാൻ. ഞാൻ പോയിട്ട് എന്ത് ചെയ്തോട്ടെ? ഭർത്താവ് ആയിട്ടില്ല, വിവാഹ ആലോചന വരുമ്പോഴേ ഇവിടെ എന്ത് തുടങ്ങും? ഫോൺ വിളി തുടങ്ങും. ഫോണാണ്, മൊബൈൽ ഫോൺ, ഐഫോൺ 15 Pro Max പുതിയത് ഇറങ്ങിയതുള്ളൂ. അതാണ് കൊണ്ട് കൊടുക്കുന്നത് പെണ്ണുങ്ങളുടെ കയ്യിലോട്ട്. വിളിക്കാനേ രാത്രി വിളിക്കും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആ വിളി ഹറാമാണ്, ആ വിളി തന്നെ ഹറാമാണ്. ചിലര് പറയാറുണ്ട് അങ്ങനെ വിവാഹത്തിന് മുമ്പ്, കല്യാണത്തിന് മുമ്പ് തന്നെ പിരികം ത്രെഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ ഉസ്താദേ? പറ്റൂല, അത് പറ്റൂല. വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹത്തിന് മുമ്പുള്ള ആ ഫോൺ വിളി തന്നെ നിഷിദ്ധമാണ്, ഹറാമാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം പറ്റുമോ? അനുവദനീയമാണ്. എന്തല്ല സുന്നത്തല്ല, നിർബന്ധവുമല്ല. ആരുടെ അനുവാദം വേണം? ഭർത്താവിന്റെ അനുവാദം വേണം. അനുവാദം ഞാൻ വാങ്ങിച്ചോളാം ഉസ്താദ്. നാളെ രാവിലെ തന്നെ ഭർത്താവിന്റെ ഹൽക്കിന് പിടിച്ച് കുത്തിയിട്ട് ആളെ തുടങ്ങും നോക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത്രയും നാളായിട്ട് ഈ മസല അറിയാൻ വരായിരുന്നു, ഉസ്താദ് പറഞ്ഞോണ്ട് ത്രെഡ് ചെയ്യാതിരിക്കുകയായിരുന്നു. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, മസല പറയുമ്പോൾ തീർത്തു പറയണം, അതിനാണ് അത് പറഞ്ഞത്. എന്നാൽ പച്ച കുത്തുന്ന വിഷയത്തിൽ എന്തില്ല? ഭർത്താവിന് അനുമതി ഉണ്ടാവട്ടെ ഇല്ലാതാകട്ടെ, ആ പരിപാടിയെ പറ്റൂല. ഇന്ന് റീൽസ് ചെയ്യുന്ന കാണാം ഇഷ്ടംപോലെ മുസ്ലിം സഹോദരങ്ങൾ, ചെറുപ്പക്കാരായ ആളുകൾ, സഹോദരിമാർ എവിടെയൊക്കെയാണ് കുത്തുന്നത്? കയ്യും കാലിലും തുടയിലും കശത്തിലും അവിടെ ഇവിടെയൊക്കെ പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ പച്ച കുത്തി വെക്കാൻ. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒളൂവിന്റെ അവയവത്തിലൊക്കെ കുത്തിയ എങ്ങനെ ഒളൂ സഹിയാവും? അല്ലാത്ത അവയവങ്ങൾ തന്നെ കുത്തുന്ന വിഷയം ഈ പറഞ്ഞത് അല്ലാഹു ശപിച്ച വിഭാഗമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ വലിയ വിഷയമാണ്. പച്ച കുത്തിയ പിന്നെ അത് മായ്ക്കാൻ പറ്റൂല, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വേറെ എന്തെങ്കിലും ഒരു പേന വെച്ച് എഴുതി വെക്കുന്നത് പോലെയല്ല. ചിലര് നെഞ്ചത്ത് എഴുതി വെക്കാണ് ഭർത്താവിന്റെ പേര്. 2 ദിവസം കഴിയുമ്പോൾ തലാക്കില് വിട്ട് പിന്നെ തീർന്നു. അപ്പൊ ഇപ്പുറത്ത് വേറെ ഭർത്താവിന്റെ പേര്. അതായത് നെഞ്ച് മുഴുവൻ ഭർത്താക്കന്മാരുടെ പേര് കൊണ്ട് നിറഞ്ഞു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തിനാണ് ഈ പരിപാടി?
വളരെ ശ്രദ്ധിക്കണേ ഇത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മുതഫല്ലിജാതി ലിൽ ഹുസൻ, പല്ലുകൾ ക്ലിയർ ചെയ്യുന്ന ആളുകൾ അഥവാ പല്ലിന്റെ വിടവുണ്ടാക്കി പല്ലുകളെ രാഗി നല്ല ക്ലീൻ ആക്കി കൊണ്ട് നടക്കുന്ന ആളുകളില്ലേ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റം വരുത്തുന്നതായ ആളുകളില്ലേ, അത് അള്ളാഹു ശപിച്ച വിഭാഗമാണ്. പല്ലുകൊണ്ട് ക്ലീൻ ചെയ്തു, അതല്ല ചിലരുണ്ടല്ലോ വായ്നാറ്റം കാരണം ഹലാക്ക് കൊണ്ടുവന്ന് ക്ലീൻ ആക്കി, അല്ലെങ്കിൽ റൂട്ട് കനാല് ചെയ്തു. ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, പല്ലിന് നല്ലതുപോലെ കേടുപാടുകൾ സംഭവിച്ചാൽ പിന്നെ അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ മതി, അവന്മാരത് കിഴിയിട്ട് ഇതിലേക്കൂടെ കയറി മൂക്കിന്റെ അതിലേക്കൂടെ തുളയിട്ട് കൊണ്ടുവരും. ആ പരിപാടി റൂട്ട് കനാല് ചെയ്യും. അതൊന്നും തെറ്റൊന്നുമല്ല, അതൊന്നുമല്ല ഈ പറയുന്നത്. മറിച്ച് പല്ല് രാഗി ക്ലിയർ ചെയ്തിട്ട് വിടവുണ്ടാക്കി നല്ല സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് അല്ലേ. അതിനൊക്കെ നിൽക്കാൻ പാടില്ല, അള്ളാഹു ശപിച്ച വിഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചെറിയ ചെറിയ മാറ്റങ്ങളല്ല പറഞ്ഞത്, ഭയങ്കര മോഡേൺ ആക്കാൻ വേണ്ടി നോക്കി നടക്കുക, അതിന്റെ പിറകെ തന്നെ നിൽക്കുക, ഒരിക്കലും അതിസുന്ദരിയായിട്ട് നടക്കണം, അതിസുന്ദരനാകണം എന്ന് പറഞ്ഞ് അള്ളാഹു നൽകിയ ഒരു സൃഷ്ടിപ്പ്, ഒരു ഘടനയുണ്ട്, അത് മാറ്റാൻ വേണ്ടി പരിശ്രമിക്കരുത്, അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മനസ്സിലാക്കണ ഉമ്മത്ത്, നമ്മുടെ തലമുറകൾ ഇത് വല്ലാതെ കൂടി വരാൻ. മാത്രമല്ല വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു, ലഅനല്ലാഹുൽ വാസിലത വൽ മുസ്തൗസില. കഷണ്ടി ഉള്ളതായ ആളുകൾ, സഹോദര സഹോദരിമാർ, അവർക്ക് മുടി എന്ത് ചെയ്യാ, ആ കഷണ്ടിക്ക് പകരം പ്രത്യേകം ക്രോപ്പ് ചെയ്ത് മുടി വേറെ വെക്കുക, അങ്ങനെ പരിപാടിയുണ്ട്. ഇപ്പൊ കൂടി വരികയാണ്, കഷണ്ടിക്കും മരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹൈവേ ഇറങ്ങുമ്പോൾ അവിടെയൊക്കെ ചിത്രം കൊടുക്കുന്നതാണ്. ഇതാ സംഭവം, ഈ ട്രീറ്റ്മെന്റ്. മുടി കിളുക്കാൻ തലയ്ക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന പരിപാടിയല്ല ഈ പറഞ്ഞത്, മറിച്ച് വേറെ മുടി, വെപ്പുമുടി വെച്ചു കൊടുക്കത്തില്ല, അത് പാടില്ല. അൽ വാസിലത വൽ മുസ്തൗസില, അങ്ങനെ വെപ്പുമുടി വെക്കാൻ വേണ്ടി നിലകൊള്ളുന്നവനും അതിനുവേണ്ടി ആവശ്യപ്പെടുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ ഈ ഉമ്മത്ത് അറിയണം, പ്രത്യേകിച്ച് പുതുതലമുറകൾ അറിയണം. നമ്മുടെ മക്കളൊക്കെ ഈ പറഞ്ഞ വിഷയത്തിലൊക്കെ അഡിക്റ്റാണ്. തീർന്നോ? ഇല്ല, ഇനിയും കിടക്കാൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശപിച്ചില്ലയോ, ലഅനല്ലാഹു ഫിൽ ഖംരി ആസിറഹാ വമുഅതസിറഹാ. ആധുനിക ചെറുപ്പക്കാരും യുവാക്കളും യുവതികളും ലഹരിക്കടിമപ്പെട്ടതായ യുവതി യുവാക്കളായി മാറിയില്ലേ. അല്ലാഹുവേ, ഞങ്ങളുടെ തലമുറകളെ കാക്കണേ അല്ലാഹ്. ഫിൽ ഖംരി ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ തന്റെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ശപിക്കുകയാ. ഫിൽ ഖംരി, മദ്യത്തിന്റെ വിഷയത്തിൽ, ലഹരിയുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു അത്രേ. ആസിറഹാ വ മുഅതസിറഹാ, മദ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ, അതാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവൻ, ഈ രണ്ട് കൂട്ടരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. വസാഖിയഹാ വശാരിബഹാ, മദ്യവും ലഹരിയും ഒക്കെ മറ്റുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കുന്നതായ ആളുകളില്ലേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവരില്ലേ, അത് കുടിക്കുന്നവരില്ലേ, നുകരുന്നവരില്ലേ, അവരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു.